ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്ന കിൽക്കനിയിലാണ്. കിൽക്കനിയിലെ ഒരു പഴയ ഒരു കത്തീഡ്രലുണ്ട്, സെൻറ്റ് കാൻസ് എന്ന കത്തീഡ്രൽ. കറൻ്റ് നമ്മളിപ്പോൾ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. സോ ഇതിനകത്തിപ്പോൾ കത്തീഡ്രലിനകത്ത് സെൻറ്ററിൽ ഒരു വലിയ മൂണിനെ, അതായത് നമ്മൾ നാസ സ്പേസിലൊക്കെ പിക്ചേഴ്സിൽ കാണുന്ന രീതിയിൽ ഒരു ആർട്ടിസ്റ്റ് ലൂക്ക് എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കി എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ നിന്ന് 3 മീറ്റർ ഹൈറ്റിലാണത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കത്തീഡ്രലിനകത്ത് സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കകത്ത് പോയി അതിൻ്റെ വീഡിയോസ് എടുക്കാം. പള്ളിയിൽ ഒരുപാട് എക്സിബിറ്റ്സ് ഉണ്ട്, പഴയ കാലം തൊട്ടുള്ളത്. നമുക്കൊരു ടൂർ ഗൈഡൊക്കെ അവർ തരും. ഇതിനകത്ത് ഓരോ സ്ഥലങ്ങളിലും ഓരോന്ന് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആർച്ച് ബിഷപ്പ് ആക്കാൻ യൂസ് ചെയ്തിരുന്ന ചെയർ, അല്ലെങ്കിൽ മെമ്മോറിയൽ സ്ലാബ്സ്, പഴയ എഴുത്ത് ലിപികൾ, ലിഖിതങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കിൽക്കനിയുടെ പഴയ മോഡലിൻ്റെ ഫുൾ എക്സിബിറ്റ്സ്. പിന്നെ ഇന്നിപ്പം നമുക്കിവിടെ ഏറ്റവും സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടിയൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ബാക്കിൽ കാണുന്ന മ്യൂസിയം ഓഫ് മൂൺ എന്ന് പറഞ്ഞാണ്. ഇതൊരു ട്രാവലിംഗ് മ്യൂസിയം അല്ല, ഇൻ ദ സെൻസ് ഇത് എപ്പോഴും ഓരോ സ്ഥലങ്ങളിലായിരിക്കും. ഫ്രാൻസ്, US, അങ്ങനെ പല സ്ഥലങ്ങളിൽ മാറി മാറി ഇപ്പോൾ ഇത് കിൽക്കനിയിലുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ അതൊരു മാർച്ച് എൻഡിലേക്ക് വേറെ ഏതൊരു രാജ്യത്തേക്ക് ഇത് കൊണ്ടുപോകും. അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് നാസയിലെ മൂണിൻ്റെ ലൈക്ക് സ്ട്രക്ചർ, ആ പിക്ചർ ഇൻസ്പയർ ചെയ്ത് ലൂക്ക് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ചെയ്തൊരു മൂണിൻ്റെ മ്യൂസിയം പോലെ ചെയ്തിരിക്കുന്നതാണ് ഇത്. ഈ കത്തീഡ്രലിൻ്റെ റൂഫൊക്കെ ചെയ്തിരിക്കുന്ന കനേഡിയൻ റെഡ്വുഡ് ടിമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ പഴയ കാലത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിരിക്കുന്നതാണ്. ആൻഡ് എക്സ്പെഷ്യലി പറഞ്ഞാൽ ഒരുപാട് കാണാൻ മാത്രം ഇതിനകത്ത് എക്സിബിറ്റ്സ് ഉണ്ട്. അറൗണ്ട് ഒരു 18-19 എക്സിബിറ്റ്സ് പല കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചതൊക്കെ ഇതിനകത്ത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 53 ഉണ്ടാക്കിയ ഒരു ഓർഗാണ് ഓക്ക് വുഡും ഉണ്ട്. ഇതിന് അറൗണ്ട് 3000 പൈപ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ലേറ്റർ 2006 അവർ റീസ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പഴയ ഇതിൻ്റെ ആ ഒരു ഘടന മെയിൻറ്റെയിൻ ചെയ്തിട്ടാണിത് ഇതിനെ കീപ്പ് ചെയ്തിരിക്കുന്നത്. നിൽക്കുന്നത് ദ റെഡ് ബുക്ക് ഓഫ് ഓർസ്ട്രി എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. ഇത് പണ്ടത്തെ കാലത്ത് ബിഷപ്പ് ഓർസ്ട്രി 700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു ബുക്കാണ്. അത് എഴുതിയിരിക്കുന്നത് പ്രത്യേകതരം ഇലയിലും പിന്നെ ഇതിൻ്റെ ബൈൻഡിങ്സ് എന്ന് പറയുന്നത് ഷീപ്പ് സ്കിന്നും കാഫ് സ്കിന്നും ഒക്കെ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒത്തിരി 700 വർഷമായിട്ട് പ്രിസർവ്ഡ് ആണ്. ഇത് നമുക്ക് കിൽക്കനി ഈ കത്തീഡ്രലിൻ്റെ ലൈബ്രറിയിൽ നിന്നാണ് ഇവർക്കിത് കിട്ടിയത്.